നമസ്കാരം. മാസപ്പടി കേസിൽ ഇഡി പിടിമുറുക്കുകയാണ്. കുറ്റക്കാരായവർ ഇതിനകം തന്നെ ഇഡിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മരണവെപ്രാളമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കൽ വരെയായി ഇതിൽ നിന്ന് ഊരാനുള്ള നടപടിക്രമങ്ങൾ. ഇത്രയൊക്കെ വെപ്രാളം കാണിക്കുന്നതിന്റെ അടിസ്ഥാനം മടിയിൽ കനമുണ്ട് എന്നത് തന്നെയല്ലേ? എന്തായാലും ഇഡി പിണറായിയെയും മകളെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവരെ മാത്രമല്ല, കരിമണൽ കർത്തയെയും കുറ്റക്കാരായവരെയും എല്ലാം വെറുതെ അങ്ങ് പിണറായിയെയും വീണയെയും വെറുതെ വിടില്ല എന്ന് പറയുകയല്ല. തെളിവുകൾ അവർക്കെതിരെ തന്നെയാണ്. ഇഡി ഓരോ ദിനവും കുറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി. കൂടുതൽ അന്വേഷണത്തിലേക്കാണെന്നാണ് സൂചന. വീണ പ്രതിപട്ടികയിൽ എത്തിയാൽ അറസ്റ്റിനും സാധ്യത കൂടും. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സോലോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണ വിജയൻ ആറാം പ്രതിയുമാകുമെന്നാണ് സൂചന. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എക്സോലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ CMRLും ശ്രമിച്ചു. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ഇഡി വ്യക്തത വരുത്തുന്നത്. എക്സോലോജിക്കിന് കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് മാസപ്പടിയെ കാണുന്നത്. സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇഡി മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും. അതേസമയം പ്രതികളാകാൻ സാധ്യതയുള്ളവർ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കം തുടങ്ങി. സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് ഇവർക്കു ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. PMLA ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല. കുറ്റകൃത്യങ്ങളിൽ നിന്ന് കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരൂ. ഈ കേസിൽ അതില്ല. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ PMLA ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ലെന്ന നിയമോപദേശം CMRLനടക്കം കിട്ടിയിട്ടുണ്ട്. നന്ദി.